പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവസഭയായി ഉപവാസം പ്രഖ്യാപിച്ച് നാം ദൈവത്തിൻ്റെ പാദാന്തികെ ആയിരുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ അളവറ്റ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടും ദൈവശബ്ദം കേട്ടുകൊണ്ടും ആയിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. അതാത് സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസന്മാരെ അയച്ച് നമുക്ക് വേണ്ടതായ ദൈവിക നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ദൈവിക ആലോചനകളും ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഈ പകൽക്കാലവും കർത്താവ് തന്റെ ദാസനെ നമ്മുടെ മധ്യേ ശക്തിയോടെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഈ രാത്രിയും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവപാദാന്തികയായിരിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയമായി സംസാരിപ്പാൻ ഇടയായി തീരും. ഈ രാത്രിയും എന്നോട് കർത്താവ് സംസാരിക്കുമെന്ന് വിശ്വാസമുള്ളവർ ഒരു ഹല്ലേലൂയ ഇങ്ങോട്ട് പറഞ്ഞാട്ട് പ്രൈസ് അല്ലാ. വളരെ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ വചന ശുശ്രൂഷയ്ക്കായി കർത്തൃദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറായിട്ട് ഒരു പ്രാവശ്യം കൂടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവജനമായി ദൈവജനത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ദൈവരിക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്നുണ്ടല്ലോ, അവരെല്ലാവരും ഓർക്കുന്നു. കടന്നു വന്ന ദൈവജനം ഉപവാസ പ്രാർത്ഥനയുടെ കടശി രാത്രിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ വാഗ്ദത്ത പ്രകാരം കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഈ മഹായോഗങ്ങളിൽ എനിക്കും 2 സെക്ഷനിൽ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. സ്തോത്രം. ഇതൊരു മഹായോഗമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാണ്. കാരണം നമ്മളത് മഹായോഗമെന്നൊന്നും ഇങ്ങനത്തെ യോഗത്തിന് നമ്മൾ വിളിക്കാറില്ല. സ്തോത്രം. മഹായോഗം എന്ന് പെന്തിക്കോസുകാർ വിളിക്കണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. സ്തോത്രം. ഒന്ന്, 1500 മിനിമം 1500 ആൾക്കാർ കൂടുന്നതും 25 ഫ്ലെക്സുകൾ സ്ഥാപിക്കപ്പെടുന്നതും റവയിൽ കൂടുതൽ ഉള്ള കാറ്റഗറിയിലുള്ള ദൈവദാസന്മാർ ശുശ്രൂഷിക്കപ്പെടുന്നതുമായ യോഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്. എന്നാൽ വേദപുസ്തകത്തിലുണ്ടോ ഈ മഹായോഗം എന്ന വാക്ക്? ഞാൻ ഒത്തിരി ചിന്തിച്ചു. ഉണ്ട്. വേദപുസ്തകത്തിലുള്ള വാക്ക് നമ്മൾ ഇടത്തുള്ളൂ. സ്തോത്രം. അല്ല, നമ്മൾ പുറത്തൊന്നും പോകത്തില്ല. പെന്തിക്കോസുകാർ നമ്മൾ എല്ലാവരും വാക്യം ഇതിനകത്തുണ്ട്. എന്നാൽ വേദപുസ്തക പ്രകാരം മഹായോഗം എന്ന് പറയുന്നത് എന്താണ്? ആവർത്തന പുസ്തകത്തിലാണ് മഹായോഗം എന്നൊരു വാക്ക് കിടപ്പുണ്ട്. മറ്റു പലയിടത്തും ഉണ്ട്. എങ്കിലും ആവർത്തന പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഒരു മഹായോഗം നടക്കുന്നതായിട്ട് കാണുന്നു. അപ്പം നിങ്ങളുടെ സംശയം തീർത്ത് പോകാൻ ഞാനതൊന്ന് വായിച്ചിട്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരാം. ആൾക്കാരുടെ എണ്ണമല്ല, ഇറങ്ങി വരുന്ന ദൈവതേജസ്സാ വിഷയം. ഇറങ്ങി വരുന്ന ദൈവതേജസ്സിൻ്റെ നടുവിൽ ദൈവം തൻ്റെ വിരലുകൊണ്ട് എഴുതിയ എന്തെങ്കിലും നീ പ്രാപിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം ആ രാത്രിയിലത്തെ മീറ്റിങ്ങിന് വിളിക്കും. ഇതൊരു മഹായോഗമാണ് എന്ന് പറഞ്ഞാൽ, നീ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നെങ്കിൽ, നിന്റെ അന്തരാത്മാവിൽ ഒരു വചനത്തിൻ്റെ നുറുക്കെങ്കിലും ദൈവം തരുന്നെങ്കിൽ സ്വർഗം പറയും, മോനെ നീ ഇരിക്കുന്നത് അവൻ മഹായോഗത്തിന് നടുവില. അവൻ എണ്ണമല്ല ഇവിടുത്തെ വിഷയം, നീ പ്രാപിച്ച ദൈവകൃപയ. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ നമ്മളായിരുന്നത് മഹായോഗത്തിൻ്റെ നടുവിലെന്ന് ബോധ്യമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാണ്. അത് നമ്മൾ മഹായോഗത്തിൻ്റെ നടുവിലാണ്. ദൈവം നമുക്ക് ചിലത് എഴുതി തന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കടശി രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സസ് 8 and 12, 8-ാമത് വാക്യവും 12-ാമത് വാക്യവും അല്പ സമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം ആദ്യം. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിക്കുവാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. 12-ാമത്തെ വാക്യം. കാണിച്ചു തരും. ഈ 2 വാക്യത്തിൽ നിന്നുകൊണ്ട് വിരിച്ചൊരുക്കിയ വന്മാളിക എന്നൊരു വിഷയത്തെ എല്ലാം ഇന്ന് രാത്രി വിശദീകരിക്കുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഉച്ച മുതൽ എൻ്റെ മനസ്സിൽ തന്ന ചില ദൈവിക ദൂതുകളും ഈ വചനത്തിൽ നിന്ന് മുൻപ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചില ആശയങ്ങളും ഒരുമിച്ച് ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, വചനത്തിലൂടെ ആമേൻ പ്രാപിക്കുന്ന വിടുതൽ നിലനിൽക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ പ്രവചനത്തിനെതിരല്ല, ഞാനും പ്രവചിക്കുന്ന ആളാണ്. സ്തോത്രം. എന്നാൽ വചനം പറയുന്നു പ്രവചനം അത് നിന്നു പോകും, അല്ലേ? എന്നാൽ വചനം നിൽക്കും എന്നൊരു വാക്യമില്ല.
അപ്പോൾ ഇന്ന് രാത്രി സ്തോത്രം ഒരു ദൈവവചനം നമ്മൾ ഏറ്റെടുത്താൽ അത് നിലനിൽക്കുന്നത് നമുക്കതിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. നിങ്ങൾക്കൊരു വേദന വന്നു, കർത്താവേ നിന്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇങ്ങനൊരു ശബ്ദമുണ്ട്, അത് എന്നോടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കതിൻ്റെ വിടുതലയക്കണം. അങ്ങനെ നമുക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവത്തോട് ചോദിക്കാൻ പറ്റും. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരാം. 8-ാമത്തെ വാക്യം, അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, പറഞ്ഞ ശബ്ദം നിങ്ങൾ പോയി. ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക. യേശു പറയുന്നു നിങ്ങൾ പോയി നമുക്ക് കഴിക്കാൻ പെസക ഒരുക്കുവീൻ. അപ്പോൾ ഈ ഒരുക്കുവീൻ എന്ന ശബ്ദം ആ വാക്യത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്ത് ചിന്തിച്ചാൽ ഒരു കൽപ്പനയായോ ഒരു നിയോഗമായോ ഒരു ദൗത്യ നിർവഹണത്തിന് ദൈവം യേശു കർത്താവ് കൊടുക്കുന്ന ഒരു പദമായോ നമുക്ക് കാണുവാൻ കഴിയും. യേശു എന്താ പറയുന്നത്? ശൂന്യതയെ നോക്കി 12 പേര് നിരന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 12 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ 2 പേരെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ പോയി ഒരുക്കുവീൻ. വേറൊന്നും യേശു പറയുന്നില്ല. ഇവർ പോകാൻ തയ്യാറാ, ഇവർ ഉള്ളുകൊണ്ട് പോകാൻ തയ്യാറാ. അതുകൊണ്ട് അടുത്ത ശബ്ദം അവർ ചോദിക്കുന്നത് ഞങ്ങൾ എവിടെ ഒരുക്കണം, പോകാനൊക്കെ തയ്യാറാ, പോകത്തില്ലെന്ന് പറയുന്നില്ല. സ്തോത്രം. എന്നാൽ 4 വാക്യങ്ങൾ കഴിയുമ്പോൾ 12-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ആരോടാണോ നിയോഗം യേശു കൈമാറിയത് അവരോട്, ആരാണോ നിയോഗം കൊടുത്തത് അവൻ തന്നെ പറഞ്ഞ വാക്യം 12-ാം വാക്യം എന്താ? അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരും. 8-ാം വാക്യം ഒരുക്കുവീൻ, 12-ാം വാക്യം കാണിച്ചു തരും. ഈ 2 പദവും നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുക്കുവീൻ, കാണിച്ചു തരും. ഈ 12-ാം വാക്യം ആദ്യമേ അങ്ങ് യേശു പറഞ്ഞാൽ പോരെ? സിമ്പിളായിട്ട് ചിന്തിച്ച വചനം അല്ലേ? ഈ ടെൻഷൻ പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? 8-ാം വാക്യം പറഞ്ഞ് 4 വാക്യം കഴിഞ്ഞ് ഇവരെങ്ങനെ ഒരുക്കും, എവിടെ ഒരുക്കും, എൻ്റെ അപ്പച്ച എന്നൊക്കെ പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്തിരുന്നപ്പോൾ തമ്പുരാൻ തോളത്തട്ടി പറഞ്ഞ് ടെൻഷൻ പിടിക്കേണ്ട, ഒരുക്കിയത് എന്നാൽ പിന്നെ ആദ്യമേ അതങ്ങ് പറഞ്ഞാൽ പോരെ? നമ്മൾ ഇവിടെ നിന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീര് ഒരുക്കി വരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവരെ 2 പേരെയും വിളിച്ച മോനെ നിങ്ങൾ പോകുമ്പോൾ വെള്ളവും ചുമന്നുകൊണ്ട് ഒരുത്തം വരും, അവൻ്റെ പുറകെ പോകണം, അവൻ കാണിക്കുന്ന വീട്ടിനകത്ത് നിങ്ങൾ ഒരുക്കാൻ ആദ്യമേ അങ്ങ് പറഞ്ഞാൽ നമ്മൾ ഈ ടെൻഷൻ പിടിച്ചിരിക്കേണ്ടതുപോലെ അവർ ടെൻഷൻ പിടിക്കണമെന്നാണ് ചോദിക്കുക. തമ്പുരാൻ അത് പറയത്തില്ല. തമ്പുരാൻ എന്നോട് പറഞ്ഞ ഒറ്റ വാക്യമുള്ളൂ, മോനെ ആദ്യം നിയോഗം, അതിനാമേൻ പറയുന്നവന് കരുതൽ. നിയോഗവും കരുതലും ഒരുമിച്ച് കിടക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിയോഗം ഏറ്റെടുക്കാൻ സഭ തയ്യാറാകുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനല്ല ദൈവ പദ്ധതി. നിയോഗത്തിന് നിങ്ങൾ ആമേൻ പറയുമ്പോൾ തന്നെ സ്വർഗം പറയും, നീ ഭയപ്പെടേണ്ട, നിയോഗം തന്ന ഞാൻ തന്നെ അതിനുള്ളതും കരുതിയിട്ടുണ്ട്. ഈ രാത്രി സ്വർഗം പറയുന്നത് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല ദൈവം തരുന്ന നിയോഗം. വാക്ക് ശ്രദ്ധിക്കുക. ഒരു മനുഷ്യന് അല്ലെങ്കിൽ നമുക്ക് ദൈവം നിയോഗം കൈമാറുന്നത് നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാനുഷികമായി നമ്മളെ കൊണ്ട് ചെയ്യുന്നതിനും എത്രയോ മടങ്ങപ്പുറത്തത് ദൈവത്താൽ നമുക്ക് നൽകപ്പെടുന്ന ഒരു നിയോഗം. എന്നെ കൊണ്ട് കഴിയില്ല മാനുഷികമായി, എന്നാൽ ദൈവം തരുന്ന നിയോഗമാണെങ്കിൽ അതിന് നമ്മൾ ആമേൻ പറയുമ്പോൾ മാനുഷിക ബുദ്ധിക്കപ്പുറമായ ഒരു ശക്തി നമ്മിൽ വെളിപ്പെടും. ദൈവം നിയോഗം തന്നവൻ തന്നെ ആ കരുതലും വെളിപ്പെടുത്തിയിരിക്കും. ഒത്തിരി ഉദാഹരണങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ഒരു തെളിവ് ഞാൻ പറയാം. ഒരു വശത്ത് നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി യാഗം കഴിക്ക എന്ന് നിയോഗം കൈമാറിയപ്പോൾ അവൻ നിയോഗം ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ അവൻ അബ്രഹാമിന് വേണ്ടി കരുതൽ പുറകിൽ വെളിപ്പെട്ടു. നിയോഗം ഏറ്റെടുക്കുന്നവന് കരുതൽ ഉറപ്പ്. സ്തോത്രം. മറുവശത്ത് ഹോരേബ് പർവ്വതത്തിൽ മുൾപ്പടർപ്പിന്റെ നടുവിൽ ദൈവസാന്നിധ്യം ഇറങ്ങി നിന്ന് സ്തോത്രം 80 വയസ്സുള്ള അവൻ മരിച്ച് ഈ വയസ്സിൽ മോശ തന്നെ 90-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം എഴുതിയിട്ടല്ലോ, ഒരു മനുഷ്യന്റെ ആയുസ് 70. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുണ്ട്, ഏറെ ആയാലെന്ന് പുള്ളി എന്തിനാ എഴുതിയെന്ന്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഐസിയിൽ കിടത്തിയാൽ 80 എന്നായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചത്. മിനിമം എത്ര ചാകും? 70 ചാകും. വലിച്ചു നീട്ടിയാൽ, അതല്ല ഏറെ ആയാൽ എന്ന് പറഞ്ഞാൽ ഐസിയിൽ കിടത്തി വലിച്ചു നീട്ടി മാക്സിമം പോയാൽ 80. അവൻ എന്നാൽ സ്തോത്രം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മോശ വീട്ടിനകത്തിരുന്ന് അല്ലെങ്കിൽ താൻ എവിടെയാണ് അവിടെ ഇരുന്ന് ഒരു മനുഷ്യൻ വലിച്ചു നീട്ടിയാൽ 80 തീരുമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, മോനെ നിന്റെ ശുശ്രൂഷ ഞാൻ എത്ര അതിലാണ് തുടങ്ങാൻ പോകുന്നേ? 80 തുടങ്ങാൻ പോകുന്നേ. അപ്പോൾ നിയോഗം തുടങ്ങുന്ന അങ്ങനത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ.
അപ്പം മോശയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, കർത്താവെ ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ മിസ്രൈമിലെ സകല വിദ്യയും അഭ്യസിച്ച ശക്തിയോടുകൂടി നിൽക്കുന്ന 40-ാമത്തെ വയസ്സിൽ, പൗരുഷത്തോടുകൂടി നിൽക്കുന്ന 40-ാം വയസ്സിൽ നീ ഒരു നിയോഗം എനിക്ക് തന്നാൽ, ഒരു വശത്ത് നീ ആദ്യജാതനെ കൊല്ലുമ്പോൾ മറുവശത്ത് ഞാൻ അവസാന ജാതന്മാരെയും കൊന്ന് നേരത്തെ ജനത്തെ വിടിവിക്കാമായിരുന്നല്ലോ. സ്വർഗം പറയുമില്ല, നിന്റെ കഴിവിൽ ഒതുക്കുന്നതല്ല എൻ്റെ നിയോഗം. നീ തീരുമെന്ന് പറയുന്നിടത്ത് എൻ്റെ നിയോഗം ആരംഭിക്കും. പർവ്വതത്തിന്റെ മുകളിൽ ശക്തി ചോർന്നു എന്ന് ചിന്തിക്കുന്ന, പുരുഷായുസ് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന 80-ാമത്തെ വയസ്സിൽ മുൾപ്പടർപ്പിന്റെ നടുവിൽ വെച്ച് ദൈവം ഒരു വശത്ത് നിയോഗം കൈമാറുമ്പോൾ മറുവശത്ത് അഹറോനോടൊപ്പം ദൈവം ഇടപെട്ടു. ഇവനൊരു വായായിരിക്കാൻ അത് ദൈവത്തിന്റെ കരുതല. നീ ഇന്ന് രാത്രി, ഞാൻ ഇത് പറഞ്ഞു വരുന്ന, നിന്റെ തലമുറയ്ക്ക് ഒരു നിയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കഴിവ് നോക്കി അല്ല ദൈവം വാഗ്ദത്തം പറയുന്നത്. നിന്റെ കഴിവ് നോക്കി അല്ല ദൈവം നിയോഗം തരുന്നത്. ഈ പായ്ക്കകത്തിരുന്നപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നോടൊരു നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്തും അവന് വേണ്ടി കരുതലൊരുക്കാൻ ഈ രാത്രി നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് ആമേൻ പറയുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നിയോഗം തരുന്നവരും കരുതുന്നവരുമാ. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്ന ഇതിനകത്തിരിക്കുന്ന ദൈവജനം, സ്തോത്രം, ഈ കൂട്ടം 12 പേരാണ്. 12 പേരടങ്ങുന്ന കൂട്ടം. സ്തോത്രം. അപ്പം വിളമ്പിയത് ഈ 12 പേരാ. അപ്പം ചുമന്നത് 12 പേരാ. ബാക്കി വീട്ടിൽ കൊണ്ടുപോയതും സ്തോത്രം ബാക്കി പെറുക്കിയെടുത്തതും 12 പേരാ. പക്ഷെ ഈ 12 എണ്ണത്തെ ദൈവം അരിച്ചു. ദൈവം അരിച്ച് അതിൽ നിന്ന് 3 എണ്ണത്തെ വേർതിരിച്ചു. ആ 3-നെയും ദൈവം അരിച്ചു. അതിൽ നിന്ന് 2 പേരെ ദൈവം മാറ്റി. അവർക്ക് ദൈവം നിയോഗം കൈമാറി. ഈ രാത്രി എത്ര പേർക്ക് മനസ്സിലായി? അപ്പം വിളമ്പുന്ന 12-ൽ ഒരാളായി തീരാനല്ല ദൈവം നിന്നെ കണ്ടത്. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ നിയോഗം കൈമാറുന്ന ആ 2 എണ്ണത്തിൽ ഒരാളാകാൻ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആത്മാവിൽ നീ ആഗ്രഹിക്കുക. സ്വർഗം ഒരു നിയോഗം നിനക്ക് കൈമാറും. ഹല്ലേലൂയ. ആ ദൈവിക നിയോഗത്തിന്റെ വക്താക്കളാകാൻ ഈ സഭയെ ദൈവം കാണട്ടെ. സ്തോത്രം. അപ്പം ചുമക്കുന്നവരും വിളമ്പുന്നവരും നാട്ടിൽ ഒത്തിരി പേരുണ്ട്. ആ ഗുണത്തിൽ നിന്ന് മാറി നിന്റെ നിയോഗം ചുമക്കുന്ന ചെറിയ കൂട്ടത്തിലൊന്നാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് പറയാം? ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. സ്തോത്രം. അധികം വിശദീകരിക്കുന്നില്ല. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് കഴിക്കാൻ പെസക ഒരുക്കുവീൻ. ആ ശബ്ദം ഭയങ്കര പവറുള്ളതാ, ഒരുക്കുവീൻ. അപ്പോൾ ഇവര് സ്തോത്രം സിറ്റുവേഷനൊക്കെ ചിന്തിച്ചിട്ട് 8-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പോയി പെസക കഴിക്കാൻ ഒരുക്കണം. 9-ാമത്തെ വാക്യത്തിൽ സംശയമല്ല. നമുക്ക് ആർക്കും സംശയമില്ല. ദൈവം പറഞ്ഞ ദൂതനോട് സംശയമുണ്ടോ? ഇല്ല. നമുക്കാർക്കും അവിശ്വാസമില്ല. ഈ 2 ശിഷ്യന്മാർക്കും അവിശ്വാസമില്ല. പക്ഷെ സിറ്റുവേഷൻ വെച്ച്, സാഹചര്യം വെച്ച് അവർ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ? ഇന്ന് പകൽ രാത്രിയിൽ നമ്മളും ഇതാ ചോദിക്കുന്നത്. നിന്റെ തലമുറയെക്കുറിച്ചൊരു ദൂത് ദൈവം പറഞ്ഞു. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, കർത്താവേ, ദൂത് കൊള്ളാം, ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷെ ഈ സിറ്റുവേഷൻ വെച്ച് എവിടെ കിട്ടാനാ? സത്യമല്ലേ? ഈ ചോദ്യത്തിൽ നമ്മൾ ചരിത്രം ഒന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും. ഈ ഞാൻ ഈ പറയുന്ന ദൂതുകൾ മുഴുവൻ എനിക്ക് ഒത്തിരി സന്തോഷമായി. ദൈവദാസൻ ഇവിടെ നിന്ന് മുഖവരയിൽ ഒറ്റ വാക്ക് പറഞ്ഞു, ഇന്ന് പെസകയുടെ രാത്രി എന്ന്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു പെസക എന്ന് പറഞ്ഞാൽ പുറപ്പാടിൻ്റെ രാത്രി. ആമേൻ പറയാം. നമുക്കൊരു പുറപ്പാടിൻ്റെ രാത്രി ഉണ്ടോ? ഹല്ലേലൂയ. ഞാൻ ദൂത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. സ്തോത്രം. നമ്മൾ 8-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചല്ലോ. ഒരുക്കുവീൻ. 9-ാം വാക്യം അവർ ചോദിച്ചു, എവിടെ ഒരുക്കണം? ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് 2 പേരെ വിളിച്ചിട്ട്, മോനെ, നിങ്ങൾ പോയി നമുക്ക് 4 മണിക്ക് കുടിക്കാനുള്ള ചായയും പരിപ്പോടെ ഒരുക്കട എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം. എന്ന് പറഞ്ഞാൽ 13 പേർ, യേശു ഉൾപ്പെടെ 12 പേർ പ്ലസ് യേശു ഉൾപ്പെടെ 13 പേർ. 13 പേർക്ക് ചായയും സ്നാക്സും, 4 മണിക്കുള്ള ചായയും കടിയും കുടിക്കാനാണെങ്കിൽ 2 കീറ് ന്യൂസ് പേപ്പറും ഒരു കടത്തിണ്ണയും മതി. പോരെ? 13 പേർക്ക് നിന്ന് ചായ കുടിക്കാൻ അത്രയും സ്പേസ് മതി. പക്ഷെ യേശു അതല്ല പറഞ്ഞത്. എന്തൊരുക്കാനാ പറഞ്ഞേ? പെസക ഒരുക്കാൻ പറയുമ്പോൾ ഇവിടെ മനസ്സിൽ കയറുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. യഹൂദന്മാർ ഇരിക്കുന്നത് നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഒന്നും അല്ല, വളഞ്ഞായിരിക്കുന്നത്.
അത് വളഞ്ഞ് ഇരിക്കുകയല്ല, കമന്ന് കിടക്കുക ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ ജീസസിൻ്റെ ചില ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജൂയിഷ് പീപ്പിൾ കഴിക്കാനിരിക്കുന്നത് കമന്നാ കിടക്കുന്നത്. അപ്പോൾ 13 പേർ വളഞ്ഞ് കിടക്കുന്ന സ്പേസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇനി ഇവർക്ക് കഴിക്കാനുള്ള സാധന സാമഗ്രികൾ നടുക്ക് വയ്ക്കണം. അപ്പോൾ ഒരു തെളിവ് പറയാം. പാപിനിയായ സ്ത്രീ, ശീമോൻ്റെ വീട്ടിൽ യേശു ഇങ്ങനെ കമന്ന് കിടന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ പുറകിൽ വന്ന് കണ്ണുനീര് കൊണ്ട് കാല്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുറകിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോഴേ അത് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ 13 പേർക്ക് വളഞ്ഞിരിക്കാവുന്നതുമായ ഒരു സ്പേസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാട്ടെ. തീർന്നില്ല. യേശു കർത്താവ് കാല് കഴുകിയത് മുതൽ സ്തോത്രം പാടി ഒലിവുമലയിൽ പോയത് വരെ ചരിത്രം പഠിച്ചാൽ 3.5 മണിക്കൂർ അവിടെ ചിലവഴിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 3.5 മണിക്കൂർ ചിലവഴിക്കാവുന്നതും 13 പേർക്ക് ഇത്രത്തോളം വളഞ്ഞിരുന്ന് കഴിക്കാവുന്നതുമായ ഒരു പ്ലേസ് ഒരുക്കാനല്ല യേശു പറയുന്നേ. നിങ്ങൾ പോയി പെസഹ ഒരുക്കുക. ഉടനെ ഇവരുടെ മനസ്സിലേക്ക് ഈ ചിന്ത വന്നു, എടാ ഇതെവിടെ കിട്ടാനാ? കാരണം ഇത് ഓഫ് സീസൺ അല്ല, ഇത് സീസണാ. എന്ത് സീസൺ? ഇത് പെസഹയാ. അല്ല പാസ്റ്റർ, പെസഹയുടെ പ്രത്യേകത എന്താ? ലോകത്തിലെ സകലമാന യഹൂദന്മാർ ഇപ്പോൾ എവിടെ ഉണ്ട്? യെരുശലേമിലുണ്ട്. ഒരു വീട് പോലും കാലിയില്ല, എല്ലാ വീടും പാക്കാ. കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അറിയാമെന്നുള്ളവർക്കറിയാം. കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പോൾ കുമ്പനാട്ടുള്ള വീടുകൾ മുഴുവൻ പാക്കാ. അവർക്ക് കട്ടിൽ വേണമെന്നില്ല, വരാന്തയിൽ വരെ ആൾ കിടക്കും. പുല്ലൂർ ഏജിയുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ആ ഏരിയ മുഴുവൻ പാക്ക. എന്ന് പറഞ്ഞാൽ നാത്തൂന്മാരും ചിറ്റപ്പന്മാരും വല്യപ്പനും കൊച്ചമക്കളും എല്ലാവരും അമേരിക്കയിൽ നിന്നും കേരളത്തിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന് കൺവെൻഷൻ കൂടിയിട്ട് ഇവരുടെ വീടുകളിലല്ല പാക്ക് ചെയ്യുന്നേ. നിങ്ങളുടെ മനസ്സിൽ ഓർക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒന്നുകൂടി പറയാം, യെരുശലേമിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. നിറഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് സ്തോത്രം പ്രസവിക്കാൻ പോലും സ്ഥലം കിട്ടാത്ത സ്ഥലമാണ് യെരുശലേം. യേശുവിൻ്റെ ജനനസമയം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. അത് പെസഹ പോലുമല്ല, പേർ ചാർത്തണമെന്നുള്ള കേവലം ഒരു വിളംബരം വന്നപ്പോൾ പോലും സ്ഥലമില്ലാതിരിക്കുന്നെങ്കിൽ പ്രമാണത്തിന് അണുവിട വ്യതിചലിക്കാത്ത യഹൂദന്മാർ പെസഹ മുടക്കാറില്ല. അങ്ങനെയെങ്കിൽ ഒരു വീടും കാലിയില്ല, എല്ലാ വീടും നിറഞ്ഞിരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ല യേശു 2 എണ്ണത്തെ വിളിച്ചിട്ട് പറയും പോയി. നമ്മളാണെങ്കിലോ, ഇപ്പം ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ ഒരു സിറ്റുവേഷനിൽ യേശു 2 പേരെ വിളിച്ചിട്ട് പറയാം പോയി പെസഹ കഴിക്കാൻ ഒരുക്കുക. ഇവർ ചോദിച്ച് കർത്താവേ ദൂത് കൊള്ളാം, എവിടെ കിട്ടാനാ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചിന്തയിൽ കിടക്കുന്ന ഇങ്ങനെ സ്തോത്രം ഒത്തിരി പാസ്റ്റർമാർ ദൂത് പറഞ്ഞു കൊള്ളാം, പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ പാസ്റ്റർക്ക് അറിയാവോ? ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇന്നത്തെ ജോബ് അവസ്ഥയുടെ സിറ്റുവേഷൻ, ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ അറിയാമോ? ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ നമുക്ക് 13 പേർക്ക് ഇരിക്കാൻ ഒരു സ്ഥലവും കിട്ടത്തില്ല. ഈ ഒരു ചിന്തയകത്ത് കയറിയപ്പോൾ 12-ാം വാക്യം യേശു അവരുടെ തോളത്തട്ടി പറയുന്നു, മക്കളെ പേടിക്കണ്ട, തിരക്കുകൾ എത്ര ഉണ്ടെങ്കിലും സാധ്യതകളൊന്നുമില്ലെങ്കിലും ഈ തിരക്കുകൾക്കകത്ത് നമുക്ക് 13 പേർക്കിരിക്കാൻ ഒന്ന് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ രാത്രി എത്ര പേർക്ക് അതിനാമേൻ പറയാൻ പറ്റും? സാധ്യതകളൊന്നുമില്ലെങ്കിലും, നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞാലും, അസാധ്യതകളുടെ നടുവിൽ എന്നോട് പറഞ്ഞ ദൈവം തന്നെ എനിക്കതിൻ്റെ നടുവിലൊന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഈ രാത്രി ഞാനത് പ്രാപിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിൻ നാമത്തിൽ പോലും കഴിയാത്ത വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാം? ഇനി 12-ാം വാക്യം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. എന്നാൽ ഇംഗ്ലീഷിൽ ഇച്ചിരി കൂടി ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിരിച്ചൊരുക്കിയ ഓക്കെ നല്ലത് തന്നെയാണ് ആ വേർഡ്. എന്നാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വെൽ ഫർണിഷ്ഡ് അപ്പർ റൂം കാണിച്ചു തരുമെന്നാ. എന്താ അതിൻ്റെ അർത്ഥം? ഫർണിഷ്ഡ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ആണി അടിക്കണോ? അല്ല, ഫർണിഷ്ഡ് വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇവരെവിടെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ തമ്പുരാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. മോനെ പേടിക്കണ്ട, വെൽ ഫർണിഷ്ഡ് ആയതൊന്ന് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് എന്ന് പറയാൻ നിൻ്റേതായിട്ടുള്ളതൊന്നും ഇനി അതിനകത്ത് വരാത്ത വിധത്തിൽ 100% ദൈവപ്രവൃത്തി എന്ന് പറയാവുന്ന വിധത്തിൽ എൻ്റെ ഒരു കരം അതിനകത്ത് വെളിപ്പെടും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി വചനത്തിലൂടെ ഉറപ്പ് പറയുന്നു. സാധ്യതയില്ലെന്ന് പറയുന്നത് നീയാ, ദൈവത്തിന് സാധ്യതയുണ്ട്.
നടക്കത്തില്ലെന്ന് പറയുന്നത് നീയാ, ദൈവത്തിനത് പറ്റും. ഈ രാത്രി കണ്ണുമടച്ചു പറ, ദൈവം എനിക്ക് നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കരുതലും അവൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പിന്മാറുകയില്ല. പറഞ്ഞതവനെങ്കിൽ അസാധ്യത എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് വിരിച്ചൊരുക്കിയതൊന്ന് എന്റെ മുൻപിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ചിലർ പറയും ദൈവം എന്നാ നൂലേല്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചിലരൊക്കെ പറയും ദൈവം എന്നാ നൂലേല് കെട്ടിയിറക്കും. ദൈവത്തിന് നൂല് പോലും വേണ്ട. നമ്മൾ ഈ മനുഷ്യനായതുകൊണ്ടല്ല ബിസ്ക്കറ്റ് വല്ലതും കെട്ടിയിറക്കാൻ നൂല് വേണ്ടേ? ദൈവത്തിന് നൂല് വേണോ? വേണ്ട. ദൈവത്തിന് നൂലൊന്നും വേണ്ട. ശൂന്യതയെ സൃഷ്ടിക്കാൻ പറ്റത്തില്ലേ? ഒരു തെളിവ് പറയാം. ആദിയിൽ ദൈവം ആകാശവാക്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം, വെളിച്ചം എങ്ങനെ ഉണ്ടായി? ഇതാ അതിൻ്റെ ഉത്തരം. ഇത്രേ ഉള്ളൂ ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? ഞാനും ഇങ്ങനെ ചോദിച്ചു, കർത്താവേ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? എനിക്ക് ഇന്നുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഉണ്ടായി, അത്രയൊക്കെ ഉള്ളൂ. തീസീസ് എഴുതാൻ പറ്റുമോ? ദൈവം പറഞ്ഞു ഉണ്ടായി. അല്ല, എങ്ങനെ ഉണ്ടായത്? എങ്ങനെ? അതിങ്ങനെ മണ്ണ് കൊണ്ട് കൊച്ചു പിള്ളേർ ഈ പൂട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ എങ്ങനെ ചിരട്ടയ്ക്കകത്ത് അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാക്കിയത്? ഒന്നും അറിയത്തില്ല നമുക്ക്. എത്ര പേർക്ക് മനസ്സിലായി? എന്ന് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയാത്തതുപോലെ ദൈവം എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ വാ കൊണ്ട് പോലും പറയാൻ പറ്റാത്തതുപോലെ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഈ രാത്രി ചിലരെ ദൈവം ബലപ്പെടുത്തുകയാ. എങ്ങനെ പാസ്റ്റർ? നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു, നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധ്യത വെച്ച് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ദാറ്റ് ഈസ് ഇംപോസിബിൾ. എന്നാൽ ഇന്ന് രാത്രി വചനത്തിൽ വിശ്വസിക്കുക. ശൂന്യതയിൽ സൃഷ്ടിപ്പാൻ കഴിവുള്ളവൻ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചിലതിനു വേണ്ടി ദൈവം അത് വെളിപ്പെടുത്തുകയാ. യേശുവിന്റെ നാമത്തിൽ കരുതൽ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ വെളിപ്പെടട്ടെ. നീ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ സ്വർഗം പറയും, ഇല്ല, ഞാൻ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഈ വിഷയത്തോടു കൂടി അല്ല എങ്കിലും സ്തോത്രം, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസം, അതിനേക്കാൾ എളുപ്പം തന്നെ ഒട്ടകം. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ആർക്ക് പറ്റും? അപ്പോൾ യേശു എന്നാ പറഞ്ഞു? മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്താൽ സകലതും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവത്തിന് എന്തോ ചെയ്യാൻ പറ്റും? ഒട്ടക സൂചിക്കുഴയിൽ കൂടി പോകുന്ന കാര്യം പറഞ്ഞിട്ട് യേശു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിനെല്ലാം സാധ്യം. എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ സൂചിക്കുഴയിൽ കൂടി കയറ്റാനും ദൈവത്തിന്, അതല്ലേ എൻ്റെ അർത്ഥം? എങ്ങനെ കയറ്റും? ഒന്നുകിൽ ഒട്ടകത്തെ അങ്ങ് ചെറുതാക്കും. പറ്റത്തില്ലേ? ദൈവത്തിന് പറ്റത്തില്ലേ? ദൈവമല്ലേ ഒട്ടകത്തെ ഉണ്ടാക്കിയേ? എത്രത്തോളം ചെറുതാക്കും? സൂചിക്കുഴ വാതിലാണ്, പോട്ടെ, വാതിലാണെങ്കിലും മറ്റേ സൂചിക്കുഴ എന്തും ആകട്ടെ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എത്രത്തോളം ചെറുതാക്കും? സൂചിക്കുഴയേക്കാളും അങ്ങ് ചെറുതാക്കിയാൽ ഈസി ആയിട്ട് കയറിപ്പോയിക്കൂടെ? അല്ലെങ്കിൽ മറ്റൊന്ന് ദൈവം ചെയ്യും. എന്നാ ചെയ്യും? രണ്ടും ദൈവത്തിന് പറ്റത്തില്ലേ? പിന്നെ എന്തിനാ ഈ ടെൻഷൻ പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചോളൂ സിമ്പിളായിട്ട്. എന്താണ് ദൈവത്തിന് പറ്റുമെന്നാ നമ്മളായി ചോദിക്കുന്നത്. എങ്ങനെ നടക്കും? ഈ സൂചിയും ചെറുത്, ഒട്ടകവും വലുത്, എങ്ങനെ നടക്കണം? രണ്ടും ദൈവത്തിന് പറ്റും. ഒന്നുകിൽ നിന്റെ പ്രോബ്ലത്തെക്കാൾ വലുതാക്കും, അല്ലെങ്കിൽ നിന്റെ പ്രോബ്ലത്തെ നിന്റെ കയ്യേക്കാൾ ചെറുതാക്കും. ഇത് രണ്ടും ചെയ്യാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക. ഈ 5-ാം മാസം തീരുന്നതിനകത്ത് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ ഒന്നുകിൽ എൻ്റെ കൈക്കകത്തൊതുക്കും, അല്ലെങ്കിൽ പ്രതിസന്ധിയെ വിഴുങ്ങാൻ എന്നെ പ്രതിസന്ധിയേക്കാൾ വലുതാക്കും. ഈ രാത്രി നിയോഗം ഏറ്റെടുക്കുന്ന നിനക്ക് വേണ്ടി ദൈവവചനത്തിന്റെ ശക്തി ഒരു കരുതലായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവം കരുതും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതേ സന്തോഷം കുറച്ച് സമയം കൂടി വേണം. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കയറാൻ പോകുന്നേ ഉള്ളൂ. അല്ല, നമ്മൾ ആദ്യം ചോക്ലേറ്റ് കൊടുത്തിട്ടാണ്, അതാണല്ലോ നല്ലത്. ഇപ്പം ഞാൻ ആദ്യമേ ഇങ്ങനെ ഭാവിക്ക ജ്യൂസ് തന്നാൽ നിങ്ങൾ എത്രത്തോളം കൈയടിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ഇപ്പം നിങ്ങളുടെ റേഞ്ച് മനസ്സിലായി, ഏകദേശം മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ടെൻഷനൊന്നും പിടിക്കണ്ട, നമ്മൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ 2 പേരെ യേശു വിളിച്ചു. നമ്മൾ ചിന്തിക്കുക, വചനം ചിന്തിക്കുക. ഈ 2 പേരെ യേശു വിളിച്ചിട്ട് പറയുന്നു, ഇന്ന ഒരു സ്ഥലമുണ്ട്, അല്ലേ? ഇന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു അപ്പർ റൂമിൽ മുകളിലത്തെ നിലയിൽ വിരിച്ചൊരുക്കിയതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊരടയാളം പറഞ്ഞു. നിങ്ങൾ ഗ്രാമത്തിൽ വാതിൽക്കലെത്തുമ്പോൾ എന്തു കാണും? വെള്ളവും ചുമന്നൊരു ദാസിയല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. വേദപുസ്തക ചരിത്രം പഠിച്ചാൽ വെള്ളം കോരുന്നത് മുഴുവൻ ദാസന്മാരങ്ങനെ വെള്ളം കോരാറില്ല. അപ്പോൾ അതുപോലും വിരുദ്ധമായി നിങ്ങൾ കാണാത്ത ഒരു കാര്യം ഒരു വീട്ടുകാരൻ ചെയ്യും. ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ചിന്ത ആരംഭിച്ചത് ഇവിടെ നിന്നുകൊണ്ടാണ്.
എൻ്റെ ചോദ്യം, കൂടെ നടന്ന ശിഷ്യന്മാർക്ക് യേശു പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇങ്ങനൊരു വീടുണ്ടെന്ന്? എന്നാൽ ഈ വീട്ടുകാരൻ എങ്ങനെ മനസ്സിലായി ഈ പെസഹയുടെ സമയത്ത്, ഈ പെസഹയുടെ ദിവസം എൻ്റെ വീട്ടിലിരിക്കാൻ യേശു വരുമെന്ന്? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? ഈ വീട്ടുകാരൻ എങ്ങനെ ബോധ്യം വന്നെന്ന്? ഈ പ്രാവശ്യത്തെ പെസഹ എല്ലാ വർഷം പോലത്തെ പെസഹയല്ല. ഇപ്രാവശ്യത്തെ പെസഹയിൽ യേശുവും 12 ശിഷ്യന്മാരും എൻ്റെ വീട്ടിൽ ഇരിക്കാൻ വരുമെന്ന് ഈ മനുഷ്യൻ എങ്ങനെ ബോധ്യം വന്നു? അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ്റെ ആത്മീയ നിലവാരം എന്നാ നിലവാരമാണ്? ആ നിലവാരത്തിലേക്ക് നമുക്കൊന്ന് കയറാൻ പറ്റൂ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആ നിലവാരത്തിൽ എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങളും ചിന്തിക്കുക. ഒരു പക്ഷേ ദൂതൻ മുഖാന്തരമാകാം, വെളിപ്പാടിലാകാം, ദൈവാത്മാവിലാകാം. എങ്ങനെയോ ഉള്ളിലൊരു ബോധ്യം വന്നു, ഇപ്രാവശ്യത്തെ പെസഹയ്ക്ക് എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ യേശു ഇരിക്കും. സ്തോത്രം, വെൽ ഫർണിഷ്ഡായി. ഇനി തിരിച്ചു ചിന്തിക്കുക, ഈ മനുഷ്യനും തിരക്കിനകത്തല്ലേ? ഈ മനുഷ്യനും ബന്ധുക്കളില്ലേ? ഈ മനുഷ്യനും വീട്ടുകാരില്ലേ? ഈ തിരക്കുകൾക്കകത്തും വിരിച്ചൊരുക്കിയൊരു മാളിക അവൻ്റെ വീട്ടിലുണ്ടോ? ഉണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ ജീവിതത്തിൽ വിരിച്ചൊരുക്കിയൊരു മാളിക, ആരുമായിട്ടിരിക്കാൻ? യേശുവിനോടൊപ്പം ഇരിക്കാൻ വിരിച്ചൊരുക്കിയൊരു മാളിക ഉണ്ടോ എന്ന് ദൈവാത്മാവ് ചോദിക്കുക. തിരക്കുകൾക്കകത്ത് പലപ്പോഴും നമ്മുടെ മാളിക മുറികൾ അലങ്കോലപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ചുമക്കുന്ന പ്രാർത്ഥനാ ഇടങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ ഈ മൂന്നാമത്തെ രാത്രി വരെ തീരുമാനമെടുക്കാം. വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന മാളിക മുറികൾ ഈ രാത്രി മുതൽ തള്ളി തുറന്ന് ക്രിസ്തുവിനിരിക്കാൻ രാത്രി ഹല്ലേലൂയ മുറിക്കുകയല്ല, ദൈവാത്മാവ് സ്നേഹത്തോടെ ചിലരോട് ഇടപെടുകയാ. ഇന്നലകളിൽ അടിച്ചുവാരി വൃത്തിയുള്ള വെൽ ഫർണിഷ്ഡായ ഒരു ദൈവ സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു മാളിക മുറി നിന്നിലുണ്ടായിരുന്നു. ഇടയിലെപ്പോഴോ തിരക്ക് നിമിത്തം അത് അലങ്കോലപ്പെട്ടെങ്കിൽ ഈ രാത്രി മടങ്ങി വന്ന് പറ, കർത്താവേ, അടഞ്ഞുപോയ മാളികയെ ഈ രാത്രി ഞാൻ തുറക്കുകയാ. ആ ഒറ്റ ശബ്ദത്തിന്റെ മേൽ ദൈവം ഇന്ന് രാത്രി മങ്ങിപ്പോയ പ്രാർത്ഥന, മങ്ങിപ്പോയ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് മടക്കി തരികയാ. മറ്റാർക്കും കടന്നു വരാൻ കഴിയാത്ത, മറ്റാരും ഇൻഫ്ലുവൻസ് ചെലുത്താത്ത ഒരു ദൈവ സാന്നിധ്യം ഈ പട്ടണത്തിൽ നിനക്കുണ്ടാകട്ടെ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ഭാഷ രാവിലെ 5 മണിക്ക് ജോലിക്ക് പോകുന്നു, രാത്രി 9 മണിക്ക് കയറി വരുന്നു. മാളിക മുറി ഒരുക്കി എവിടെ ഇരിക്കാനാ? സത്യമാ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ നില അല്ലെങ്കിൽ താഴത്തെ മുറിക്കകത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാം, ഈ മാളിക മുറി കയറാം. കിച്ചണിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മാളിക മുറി കയറാം. പറ്റുന്നുണ്ടോയെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ മുറിക്കകത്ത് കയറി ഇരിക്കുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്. 24 മണിക്കൂറും നിനക്ക് ഈ മാളികയിലായിരിക്കാം. എന്താ മാളിക മുറി? മറ്റൊന്നും അലങ്കോലപ്പെടുത്താത്ത, മറ്റൊന്നും ഇടയ്ക്ക് കയറാത്ത, നീയും നിന്റെ യേശുവും മാത്രം ഇന്റർഫിയർ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുടെ മണ്ഡലത്തിലേക്ക് ഈ രാത്രി ചിലതിനെ ദൈവം കയറ്റുന്നു എന്ന് ദൈവാത്മ വചനത്തിലൂടെ ഉറപ്പ് പറയുകയാ. ജീസസ്, ഓ, നിന്നിൽ ദൈവം മടക്കി തരട്ടെ. നിങ്ങൾ ദൈവവചനം ആഴമായി പഠിക്കുന്നവർ, അതുകൊണ്ട് തന്നെ ഞാൻ കമ്പിവാചകത്തിലാണ് ചാടിച്ചാടി പോകുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഭാഗങ്ങൾ ധ്യാനിക്കുക. ഒത്തിരി ആത്മീയ ദൂതുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മനുഷ്യന് ബന്ധുക്കളില്ലേ? കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ കൂടെ ചിന്തിക്കുക ഈ വചനങ്ങൾ ഞാൻ പറയുന്ന വിധത്തിൽ. സ്തോത്രം, ഈ മനുഷ്യനും ബന്ധുക്കളില്ലേ? ഈ മനുഷ്യന് നാത്തൂനില്ലേ? ചിറ്റപ്പന്മാരില്ലേ? എല്ലാവരും ഇല്ലേ? കഴിഞ്ഞ വർഷവും ഇവരുടെ വീട്ടുകാരെല്ലാം ഈ പെസഹയ്ക്ക് വന്നില്ലേ? വന്നപ്പോൾ മുകളിലത്തെയും താഴത്തെയും നിലയിലല്ലേ എല്ലാവരും കൂടി കയറി കളിച്ചത്? പഴയ നിയമപ്രമാണം അനുസരിച്ചാണ് ഈ പെസഹ എല്ലാവരും വീട്ടുകാരും കൂടി ചേർന്ന് ഇറക്കണമെന്നാണല്ലോ. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ പെസഹയ്ക്ക് എല്ലാ വീട്ടുകാരും കൂടി കയറിയിരുന്നല്ലേ അറുത്ത് കഴിച്ചത്? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വർഷവും ബന്ധുക്കൾ വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മനുഷ്യർ 2 നില വീടുണ്ടെന്ന് ആ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. അപ്പറും മുകളിലത്തെ നില, അപ്പോൾ 2 നില വീടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉച്ചയൊക്കെ ആയപ്പോൾ ഇവൻ്റെ ബന്ധുക്കളെല്ലാം കൂടി കയറി വന്നു. പല സമയങ്ങളിലായി വന്നു.
താഴത്തെ നിലയിൽ ചായയൊക്കെ കുടിച്ചിങ്ങനെ കളിച്ചിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ വന്നു എന്ന് വിചാരിക്കുന്നു. താഴത്തെ മുറയിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നിട്ട് 2-3 കുഞ്ഞുങ്ങൾ മുകളിലോട്ട് കയറി ഓടി കളിക്കാൻ വേണ്ടി. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നല്ലോ, നോർമലാണ്, എല്ലാ വർഷവും ഇങ്ങനെ വരുന്നു, സന്തോഷിക്കുന്നു. പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പെസയ്ക്കും വന്നു. താഴത്തെ നിലയിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന് 2-3 കുഞ്ഞുങ്ങൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയും? നോർമലി അങ്ങോട്ട് പോകണ്ട മക്കളെ, അല്ല ഉപ്പ, അല്ല ചപ്പ, അല്ലെങ്കിൽ അല്ല വലിയപ്പ, കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ കളിച്ചേ, എല്ലാ വർഷം പോലല്ല ഈ വർഷം കളിക്കണ്ട. അതെന്നാ? അത് വേറൊന്നിനു വേണ്ടി ഞാൻ മാറ്റിയിട്ടിരിക്കുക. അപ്പോൾ ഈ കൊച്ചൻ്റെ പാരൻസൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉപ്പാപ്പനാകാം, നാത്തൂനാകാം, എന്തോ എക്സോർബൈ ആരും ആകട്ടെ, അവർ നോർമലി ചോദിക്കും, അല്ലടാ ആർക്ക് വേണ്ടിയാണ് നീ ഈ പ്രാവശ്യത്തെ പെസക ഒരുക്കുക? നമ്മളെല്ലാം കൂടി അല്ല കഴിഞ്ഞ വർഷം കഴിച്ചേ. കഴിഞ്ഞ വർഷം പോലല്ല ഈ വർഷം ഇവിടെ ഇരിക്കാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്, ഈ വർഷം വരും. അല്ല ആരാ? ഓ നിങ്ങളൊക്കെ ഈ തച്ചനെന്ന് വിളിക്കുന്നില്ലേ, യേശു വരും. അവൻ യഹൂദനാ, ശ്രദ്ധിച്ചോണം. കാരണം കാശുകാരനും കൂടിയാ 2 നില വീട് വയ്ക്കണമെങ്കിൽ. അപ്പോൾ സമൂഹത്തിൽ ഇത്രത്തോളം സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ യേശുവിനും ശിഷ്യന്മാർക്കും ഇരിക്കാൻ എൻ്റെ മുകളിലത്തെ നില മാറ്റി കിട്ടൂ എന്ന് പറയുമ്പോൾ വീട്ടുകാരൊരു പക്ഷേ പറയുന്നൊരു ശബ്ദമുണ്ട്, എടാ കണ്ട തച്ചൻ ഇരിക്കാൻ നിൻ്റെ വീട് നീ ഒരുക്കി, എൻ്റെ കുഞ്ഞ് കളിക്കാൻ വന്നപ്പോൾ കയറ്റിയില്ല. നോർമലി പറയത്തില്ലേ, ഈ ഒറ്റ വാക്ക് പോരെ ബന്ധം മുറിയാൻ? ഒറ്റ വാക്ക് പോരെ? നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നിന്റെ മാളിക മുറിയിൽ അലങ്കോലപ്പെടുത്തി ബന്ധുക്കളെ കയറ്റാം. രണ്ടാമതൊരു ഓപ്ഷനുണ്ട്, ബന്ധങ്ങൾ മുറിഞ്ഞാലും മാളിക മുറി സൂക്ഷിക്കാം. എത്ര പേർക്ക് മനസ്സിലായി? ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം, മാളിക അലങ്കോലപ്പെടും, യേശു വേറെ വീട് നോക്കും. രണ്ടാമതൊരു ഓപ്ഷൻ ഇന്ന് രാത്രി എത്ര പേരെടുക്കും? ബന്ധങ്ങൾ മുറിഞ്ഞാലും യേശുവിന് മാളിക മുറി ഒരുക്കിയതിൻ്റെ പേരിൽ ഇനി എനിക്കൊരു ഫോൺ കോൾ വന്നില്ലെങ്കിലും, ഇനി എൻ്റെ വീട്ടിൽ ഒരാൾ കയറിയില്ലെങ്കിലും ഞാനതിൽ സന്തോഷിക്കുന്നു എന്ന് പറയാൻ എത്ര പേര് നിനക്ക് തിരിപ്പുണ്ടോ? മറ്റെന്തിനേക്കാളും യേശുവുമായി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു? മറ്റെന്തിനേക്കാളും ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാൻ ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു? കാരണം യേശു വന്നിട്ട് മാളിക മുറി ഒരുക്കിയ നല്ല വാക്യം, ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. സ്തോത്രം. എത്ര നാൾ ഒരുക്കി അറിയില്ല, എന്ന് ഈ വെളിപ്പാട് കിട്ടി അറിയില്ല, കിട്ടിയത് മുതൽ മാറ്റി വെച്ചിരിക്കുക. ഇന്ന് രാത്രി ചിലർ ഇതിനകത്ത് തിരിപ്പുണ്ട്. ഞാൻ ദൈവം എന്നോട് തന്ന ദൂതിലാ പറഞ്ഞത്, ഈ പ്രമാണത്തിന് വേണ്ടി നിന്നത് നിമിത്തം നീ മുറിയപ്പെട്ടു. പ്രമാണത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ചിലയിടത്ത് നീ ഔട്ടായി. സന്തോഷിക്കാനാ ദൈവം പറയുന്നേ, പേടിക്കണ്ടെന്നാ പറഞ്ഞ. കാരണം ഞാൻ നിന്റെ വീട്ടിൽ കയറിയതിൻ്റെ പേരിൽ, നീ എൻ്റെ സന്നിധിയിൽ ഇരുന്നതിൻ്റെ പേരിൽ, അത് നിമിത്തമാ നീ ചിലതിടത്ത് മുറിഞ്ഞത്. അതുകൊണ്ട് നീ നശിച്ചു പോകത്തില്ല. ആ മാളിക മുറിക്കകത്ത് എനിക്ക് നിന്നോട് ഇടപെടാൻ ചിലതുണ്ട്. ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ചിലയിടങ്ങളിൽ മുറിയപ്പെട്ടു എങ്കിൽ ഭയപ്പെടരുത്, ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. കുഞ്ഞുങ്ങളെ, രാത്രി നിങ്ങൾ തീരുമാനമെടുക്കുക. തിരക്കുകൾ എത്രയുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലാകാം, ക്ലാസ്സുകൾ ഉയരും. ചിലപ്പോൾ ചിലർ ജനറൽ മാനേജറുകൾ വരെ ആകാം. അല്ല, കമ്പനികൾ നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാകട്ടെ. നിനക്കൊരാമയം പറയാവോ? നമ്മുടെ സഭയിൽ അങ്ങനെയൊന്നും വേണ്ടേ? ശ്രേഷ്ഠന്മാർ വേണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ചിന്ത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൂടെ? എൻ്റെ സഭയ്ക്കകത്ത് ലോകമറിയുന്ന ക്രിസ്തുവിനെ ഉയർത്തുന്ന അഭിഷിക്തന്മാർ എഴുന്നേൽക്കണം. അവൻ അങ്ങനെ ഉന്നതന്മാർ സഭയ്ക്കകത്ത് എഴുന്നേൽക്കാൻ അവൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. തിരക്കുകൾ എത്ര വർദ്ധിച്ചാലും അതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ദൈവ സാന്നിധ്യം ചുമക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ വളർച്ച അവിടെ ആരംഭിക്കും. സ്തോത്രം. തെളിവിന് വേണ്ടി ദൈവം ഓർപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കൂടി പറയാം. അവൻ ഉൽപ്പത്തി പുസ്തകം വേഗത്തിലൊന്നെടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാം വിശദീകരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 28, ജനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 18, 18-ാമത്തെ വാക്യം വേഗത്തിൽ. ഹല്ലേലൂയ. അടുത്ത ശബ്ദം മതി. സംഭവം നമുക്കറിയാലോ. പേടിച്ചിട്ടാ പുള്ളി ഓടുന്നേ. സന്തോഷത്തോടു കൂടിയൊന്നുമല്ല ഓട്ടം, പേടിച്ചോടി. ഓട്ടത്തിനിടയിൽ കിട്ടിയ കല്ലെടുത്ത് തലയണയായി വെച്ചു. എങ്ങോട്ട് പോകുന്നു ഒരു പിടുത്തവും ഇല്ല. ജീവിതത്തിൽ ഒറ്റപ്പെടാൻ നമ്മൾ. എന്നാൽ വചനം വായിക്കുന്നു, പിറ്റേ ദിവസം ഏത് കല്ലാണോ അവൻ തലയണയായി വെച്ചത് അതേ കല്ലെടുത്ത് തൂണായി നിർത്തി. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഏത് കല്ല് നമുക്ക് ഭാരമാകോ നാളെ അത് സാക്ഷ്യക്കല്ലാകും. ഇന്ന് വേദനിപ്പിച്ച കല്ല് പിറ്റേ ദിവസം യാക്കോബിൻ്റെ ജീവിതത്തിൽ സാക്ഷ്യത്തിൻ്റെ കല്ലായി. പക്ഷെ എൻ്റെ ചിന്ത അതല്ല.
അതിരാവിലെ എഴുന്നേറ്റു, തലയണയായി വെച്ച കല്ലെടുത്ത് തൂണായി നിർത്തി. അടുത്ത വാക്ക്, അതിൽ എണ്ണ എവിടെ നിന്ന് കിട്ടി? എണ്ണ എവിടെ നിന്ന് കിട്ടി? കടയുണ്ടോ? അതിരാവിലെ എന്ന് എഴുതി, അല്ലെങ്കിൽ രാവിലെ എന്ന് പറയാൻ നമ്മൾ പറയാം, അല്ല ഭാഷ വിചാരിക്കുന്ന പോലെ നല്ല കട തുറന്നിട്ടാണ് മേടിച്ചത്. അതിരാവിലെ എന്ന് പറയുമ്പോൾ എന്തായാലും 6 മണിക്ക് മുമ്പാണ്, കട ഒന്നും തുറക്കത്തില്ല. 2 മരുഭൂമിയിലുമാണ്. എവിടെ നിന്ന് എണ്ണ കിട്ടി? ഒറ്റ ഉത്തരേ അതിനകത്തുള്ളൂ. എവിടെ നിന്നായിരിക്കാം? വീട്ടിൽ നിന്ന് ഓടുമ്പോഴും പൊക്കണത്തിൽ എന്തുണ്ടാ? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? ചേട്ടനെ പേടിച്ചുള്ള ഓട്ടമാ. എങ്ങോട്ടാണെന്ന് ഓട്ടമെന്നറിയത്തില്ല. അമ്മയെല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എണ്ണ വയ്ക്കാൻ മറന്നില്ല. തിരക്കോടുകൂടി നമ്മൾ ഓടുന്ന ഓട്ടങ്ങൾക്കിടയിൽ ഈ എണ്ണ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഈ ദൈവ സാന്നിധ്യമുണ്ട്. എന്നും സൂര്യൻ ഇതുപോലെ കാണത്തില്ല. സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ അസ്തമിക്കാം. എന്നും വെളിച്ചമല്ല, ഇരുട്ട് വരാം. എന്നും സോഫ്റ്റ് അല്ല, പരിക്കൻ കല്ല് വരാം. അന്ന് നമ്മെ ശക്തിപ്പെടുത്താൻ, അന്ന് നമ്മെ ആരാധിക്കാൻ, അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ഈ എണ്ണ ബലപ്പെടുത്തും. മറ്റെന്തിനേക്കാളും ഈ മാളിക മുറിക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല, പാട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ പാട്ട് വായിക്കാറേ ഉള്ളൂ. സ്തോത്രം. ഇതുവരെ ഒരു യോഗത്തിന് പാടിയിട്ടില്ല, ഇന്നും പാടുന്നില്ല. പാടാൻ അറിയത്തില്ല. എന്നാൽ വായിച്ചു വിട്ട ഒരു വാക്കുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്. കേട്ടിട്ടുണ്ടോ പാട്ട്? ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിനെല്ലാം പ്രിയമായ എൻ പ്രിയനുണ്ട്. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോവും ഇവയെല്ലാം മഞ്ഞ് പോലെ. ഒരു സഹോദരി എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ ആ വരി ആദ്യമൊക്കെ വായിച്ചപ്പോൾ എന്തോ പോലെ തോന്നി. പിന്നെ അതിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ വായിക്കുന്ന, ഉലകിൽ, ലോകത്തിൽ, ഉലകം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എൻ്റെ അരികിലായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉലകത്തിൽ എൻ്റെ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിനെല്ലാം പ്രിയമായ ഒരു പ്രിയനുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? ദൈവം ഉണ്ടെന്നല്ല. അവൾ പറയുക, ലോകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യമുണ്ട്, അതിനെല്ലാലും ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവ് എനിക്ക് വീട്ടിലുണ്ടാ. അർത്ഥം മനസ്സിലായോ? ലോകത്തിൽ ഇഷ്ടപ്പെട്ടതുണ്ട്, അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവ് എനിക്കുണ്ട്. അടുത്ത വരി, എങ്കിലും, ആ വാക്കാ പ്രത്യേകത. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോവും ഇവയെല്ലാം മഞ്ഞ് പോലെ എന്ന് പറഞ്ഞാൽ, കാൽവരി സ്നേഹത്തെ മുൻപിൽ നിർത്തുമ്പോൾ ഇഷ്ടപ്പെട്ടതും അതിനേക്കാളും ഇഷ്ടപ്പെട്ടതും മഞ്ഞ് പോലെയാ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മളെ മാളിക മുറിയിൽ വരരുത്. ഈ രാത്രി ചിലരെ നോക്കി ദൈവാത്മാവ് ശക്തിയോടെ ദൂത് പറയുകയാ. ഇന്നലകളിൽ ദൈവ സാന്നിധ്യം ചുമന്നവനായിരുന്നു. ഇടയിലെവിടെയോ നീ അടഞ്ഞു കിടക്കുന്ന ആരോ എവിടെയോ പറഞ്ഞ ചില വാക്ക് നിമിത്തം നിന്റെ പ്രാർത്ഥനാമുറികൾ അടഞ്ഞു പോയെങ്കിൽ ഈ രാത്രി തള്ളി തുറക്കാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് കൂടി പറയട്ടെ. അല്ല പാസ്റ്റർ, എത്ര എന്നും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ എവിടെയെങ്കിലും നോട്ടീസ് അടിച്ചോ? ഈ മനുഷ്യൻ പേര് പോലും പുസ്തകത്തിലില്ല. ഏതാ? ഈ മാളിക മുറിയുടെ ഉടമസ്ഥൻ്റെ കാര്യമാണ് പറഞ്ഞത്. എവിടെയെങ്കിലും നോട്ടീസ് അടിച്ചോ? എന്ത്? പെസക ആചരിക്കാനുള്ളവർ കടന്നു വരിക, എൻ്റെ മുകളിലത്തെ നില വിശാലമായി കിടക്കുന്നു. ആരോടെങ്കിലും നോട്ടീസ് അടിച്ചോ? ഇല്ല. ഇവൻ എന്ത് ചെയ്തു? ഒരുക്കി വെച്ചു. ആര് പരിചയപ്പെടുത്തി? ആരാ മാളിക മുറിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയേ? വിശ്വസിക്കാവോ? നീ നിന്റെ വീട്ടിൽ, നീ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുക്കിയിരിക്കുക. മറുവശത്ത് യേശു നിന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തും. യേശു നിന്റെ വീട്ടിലെ സഭയെ പരിചയപ്പെടുത്തും. ഈ രാത്രി ദൈവാത്മാവ് പ്രവചനാത്മാവിൽ പറയാം, ശബനാളുകളായി ഒരുക്കി കാത്തിരിക്കുമ്പോൾ അധിക നാൾ പോകത്തില്ല. ഇതൊരു പെസകയുടെ സമയം തന്നെ. അഭിഷിക്തനെ, ഇതൊരു പെസകയുടെ സമയമാ. യേശു ചിലടത്ത് പരിചയപ്പെടുത്തും. ഈ സഭയെക്കുറിച്ച്, നിന്റെ പ്രാർത്ഥനായ മുറിയെക്കുറിച്ച്, നിന്റെ അഭിഷേകത്തെക്കുറിച്ച് യേശു പരിചയപ്പെടുത്തട്ടെ. ജീസസ്. ഈ മനുഷ്യൻ ഈ വീട്ടിനെ ഒരുക്കി. കിലോമീറ്ററുകൾക്കപ്പുറത്ത് യേശു 2 പേരെ വിളിച്ചു. മോനെ ഇങ്ങോട്ട് പാടാ, നിനക്കിരിക്കാൻ സ്ഥലമില്ലല്ലേ? പോ, ഇന്നടത്തൊരിടമുണ്ട്, ഇന്നടത്ത് വിരിച്ചൊരുക്കുമെന്ന് മാറ്റിയിട്ടിട്ടുണ്ട്, അവിടെ ചെന്നിരിക്കുക. ഈ രാത്രി കരുതി കാത്തിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം പരിചയപ്പെടുത്തും. നിന്റെ തലമുറയെ ചിലയിടങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. നിന്റെ പ്രാർത്ഥിച്ച് മാറ്റിവച്ചിരിക്കുന്ന നിന്റെ വാഗ്ദത്ത സന്തതിയെ ദൈവം ചിലടത്ത് വെളിപ്പെടുത്തട്ടെ. ജീസസ്. നീ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകേണ്ടതാ ഞാൻ ഈ പറഞ്ഞു വരുന്നേ. നീ വെയിറ്റ് ചെയ്യ. ദൈവം നിന്റെ കുടുംബത്തെ, തലമുറയെ വെളിപ്പെടുത്തും.
ഒരു വാക്യം കൂടി വായിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യം. മാത്യു 17:27. ഹല്ലേലൂയ. ജീസസ്. അടുത്ത വാക്ക്, അതിൻ്റെ വായി തുറക്കുമ്പോൾ മതി. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്. സ്തോത്രം. ഒരു ചിന്ത ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സ്തോത്രം. യേശു കർത്താവിനും പത്രോസിനും കരം കൊടുക്കാനുള്ള വിഷയം. ദ്വിദ്രഹ്മ ഒരാൾക്ക് കൊടുക്കണം, ചതുർദ്രഹ്മ 4 പണം കൊടുക്കണം. ഇത് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, മക്കളെ നീ പോയി ചൂണ്ടലിടുക. ഒരു മീനിൻ്റെ വായ്ക്കകത്ത് എന്ത് വെച്ചിട്ടുണ്ടോ? സ്തോത്രം. അതൊരു ചിന്തയാണ്. അങ്ങനെ മീനിൻ്റെ വായ്ക്കകത്ത് കാശ് വന്നു, ചിന്തിക്കുക. സ്തോത്രം. എനിവേ, എങ്ങനെയായാലും മീനിൻ്റെ വായ്ക്കകത്ത് കാശ് വന്നു. മീനിൻ്റെ വായ്ക്കകത്ത് കാശുള്ള മീൻ എവിടെയെങ്കിലും നോട്ടീസോ പരസ്യമോ കൊടുത്തോ? കടഭാരമുള്ളവർ എൻ്റെ അടുക്കൽ വരിക, എൻ്റെ വായ്ക്കകത്ത് ദ്രഹ്മ ഇരിപ്പുണ്ട് പറഞ്ഞോ? കടഭാരം, വിഷയങ്ങൾ, എല്ലാവരും വരിക. ഞാൻ വായി തുറന്നാൽ തന്നെ ദ്രഹ്മയാ. പുള്ളി ഒന്നും പറയുന്നില്ല, പുള്ളി ദ്രഹ്മയും വെച്ച് കൂളായിട്ട് നടക്കുക. കാരണം ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടവൻ മുകളിൽ ഇരിപ്പുണ്ട്. കിലോമീറ്ററുകൾ ആഴത്തിൽ ഈ മീനിൻ്റെ വായ്ക്കകത്ത് സ്വർഗമേൽപ്പിച്ച, എങ്ങനെയാണെങ്കിലും അങ്ങനെ ദൈവം വിശ്വസ്തനം നെണ്ണി, ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കിയാൽ ദൈവാത്മ പറഞ്ഞു, നിന്നെ വിശ്വസ്തനം നെണ്ണി നിന്റെ അതരത്തിൽ തന്ന ഒരു ദ്രഹ്മയുണ്ട്. അത് ചിലരുടെ കെട്ടുപൊട്ടുന്നതാ. അതും വെച്ച് ഈ മീൻ ഇങ്ങനെ കറങ്ങി നടക്കുക. കിലോമീറ്ററുകൾക്കപ്പുറത്ത് യേശു ഒരുത്തനെ വിളിച്ചു, മോനെ നിന്റെ കടം മാറ ഇന്നടത്തൊരുവന് ലഭിപ്പുണ്ട. അവൻ നിനക്ക് വേണ്ടി വായി തുറന്നാൽ, അവൻ നിനക്ക് വേണ്ടി അതരം ചലിപ്പിച്ചാൽ നിന്റെ കെട്ടുപൊട്ടും. അങ്ങനെയെങ്കിലും നീ കെട്ടുപൊട്ടിക്കാൻ നടക്കണ്ട. ദൈവമേൽപ്പിച്ച ദ്രഹ്മ സൂക്ഷിക്ക, ദൈവം നിന്നെ പുറത്തെടുക്കും. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം എൻ്റെ പ്രാർത്ഥന എന്നോട് ഇടപെട്ട ദൂത. സ്തോത്രം. ഈ മീനിൻ്റെ വയറ്റിലാണോ ദ്രഹ്മ, വായിലാണോ ദ്രഹ്മ? വായിലാണല്ലോ. അപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വായി തുറക്കാൻ പറ്റുന്നുണ്ടോ? ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? അതാ പെന്തിക്കോസ്. വയറ്റിലാണെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. കിട്ടിയ ദ്രഹ്മ സൈഡിലോട്ട് മാറ്റി വെച്ച് ഇഷ്ടം പോലെ ജീവിക്കാം. എത്ര പേർക്ക് മനസ്സിലായി? കിട്ടുന്നതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കാം. ദ്രഹ്മയുണ്ടോ വെച്ചാൽ ഇഷ്ടം ഇവിടെ ഇരിപ്പുണ്ട്. പറ്റിയാൽ ഇത് വായിക്കാത്തതുകൊണ്ട് വാ തുറന്നാൽ പോയി. ഉദാഹരണമാണ്, ബൈബിളിൽ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുക. അത് 10 ദിവസമായെന്ന് ചിന്തിക്കുക. ഈ മീനിൻ്റെ വായിക്കകത്ത് ദ്രഹ്മ കയറിയിട്ട് എത്ര ദിവസമായി? 10 ദിവസം. എത്ര ദിവസമായി ഈ ഫുഡ് കഴിച്ചിട്ട്? കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടപ്പെട്ടത് വന്നാലും എന്നാ ചെയ്യാനാ? തുറന്നാ പോയി. ചോദ്യം, മീനെ പാസ്റ്ററെ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കണം? ഈ 3 ദിവസത്തെ ഉപവാസത്തിൽ ഞാൻ ദ്രഹ്മ സൂക്ഷിച്ചാൽ മതിയോ? നമ്മളെങ്ങനെയാണല്ലോ 3, 7, 21 ഭയങ്കര ദ്രഹ്മയാ വായിക്കാത്ത മുഴുവൻ. പിന്നെ അടുത്ത 21 ഇരിക്കണം ദ്രഹ്മ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ. അതുപോലെയാണ് 21, 7 ഇരിക്കുമ്പോൾ മാത്രം ദ്രഹ്മ മതിയോ? ഉത്തരം അല്ല പാസ്റ്റർ എന്നുവരെ പറയണം? ഒറ്റ ഉത്തരവുള്ളൂ, നിനക്ക് വേണ്ടി ചൂണ്ട വരുന്നത് വരെ ദ്രഹ്മ വെച്ചിരിക്കുക. നിനക്കൊരു വിളി വരുന്നുണ്ട്, അത് നിന്റെ മരണമാകാൻ കർത്താവിൻ്റെ എന്നാണോ അന്ന് വരെ നിനക്ക് വേണ്ടി ഒരു ചൂണ്ട സ്വർഗം ഇടുന്നത് വരെ നിന്റെ ദ്രഹ്മ സൂക്ഷിക്കുക. ഒറ്റ ഉത്തരമേ ഉള്ളൂ. അപ്പോൾ ഇത് വായ്ക്കകത്ത് ദ്രഹ്മ ഇരിക്കുന്നത് കൊണ്ട് ഇതിന് വായി തുറക്കാൻ പറ്റുന്നില്ല. വായി തുറന്നാൽ എന്തു പോകും? അപ്പം ഇദ്ദേഹത്തിനെതിരെ ഇനി ചീത്ത വിളിച്ചാലും പുള്ളി എന്നെ ചെയ്യത്തില്ല. കാരണം ഇതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ദ്രഹ്മ പോവും. അപ്പം ആരേലും വാ തുറക്കുന്നെങ്കിൽ ഓർത്തോണം പുള്ളി എന്ത് പോയി കിടക്കുന്ന. ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ദ്രഹ്മയുള്ളവന് മിണ്ടാൻ പറ്റത്തില്ല. പ്രമാണം അങ്ങനെയാന്നേ, മിണ്ടുന്നില്ല. നിങ്ങൾ എന്നാ പറഞ്ഞോ? സ്തോത്രം. കാരണം എനിക്ക് വിഷയം ദ്രഹ്മയാ, ദ്രഹ്മ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ദൈവം ഇനി ഒന്നുകൂടി പറയാം, ഞാൻ വചനത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ഈ മീനിന് എത്ര രൂപ കാണും? ഫോർ എക്സാമ്പിൾ, എന്തേലും വില ഇട്ടോ, ഇന്നത്തെ മീനിൻ്റെ വില അനുസരിച്ച് എന്തേലും ഒരു വില പറ. 1000 രൂപ പോട്ടെ. ഇന്നത്തെ വില അനുസരിച്ച് പുള്ളിക്ക് എത്ര രൂപ ഇട്ടു? 1000 രൂപ. ഈ മീനിൻ്റെ വില 1000. ഈ വായ്ക്കകത്തിരിക്കുന്ന ദ്രഹ്മയോ? എത്ര പേരുടെ ജപ്തി നോട്ടീസ് മാറ്റുന്ന കാര്യമാണ്? യേശുവിനും പത്രോസിനും. ഇവർ 2 പേരുടെ കെട്ട് പൊട്ടിക്കുന്ന സാധനം അകത്തിരിക്കുക. പുറത്തെ സംഭവത്തിന് എത്ര വില? 1000. അകത്തിരിക്കുന്നത് കെട്ട് പൊട്ടിക്കുന്ന സാധനമാണ്.
നമുക്ക് പുറത്തല്ല വില, അകത്താ വില. ഇനി ചിന്തിക്കാം, നമ്മെ വിശ്വസ്തനെണ്ണി നിന്റെ അതരത്തിൽ ദൈവം തന്നൊരു അഭിഷേകമുണ്ട്. അത് എവിടെയെങ്കിലും വായി തുറന്ന് നഷ്ടപ്പെടുത്തരുത്. ഈ രാത്രി എടുക്കേണ്ട തീരുമാനം, ആരെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല. കാരണം എൻ്റെ അതരത്തിൽ അവൻ തന്നൊരു അഭിഷേകമുണ്ട്, എൻ്റെ അതരത്തിൽ ദൈവം തന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇവൻ നിറഞ്ഞ അവൻ ഈ കടലിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് സ്വർഗം രണ്ടുപേരെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ കെട്ട് പൊട്ടിക്കുന്ന ഒരുവൻ ഇന്നടത്ത് കിടപ്പുണ്ട്. ജീസസ്. ഇനി പാസ്റ്ററെ എനിക്ക് അങ്ങ് വല്ലാണ്ടങ്ങ് വിശക്കുക, മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല, ഞാൻ അങ്ങ് മിണ്ടിപ്പോയാൽ. സ്തോത്രം. ഇനി ഒരു ഭാഗം കൂടി ഞാൻ പറയാം. മീന് വായി തുറന്നാൽ എന്തു പോകും? ദ്രഹ്മ പോകും. മീന് ചാകോ? മീനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൃപ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ദ്രഹ്മ പോയെന്നും പറഞ്ഞ് ഈ മീൻ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വളരെ ഡീസൻ്റായിട്ട് ഇഷ്ടപ്പെട്ട ശാപ്പാടും കഴിച്ച് നിങ്ങളുടെ ശമ്പളം കുറയത്തില്ല, നിങ്ങൾക്ക് ബഹുമാനം കിട്ടും, എല്ലാം കിട്ടും, ഒരു കുഴപ്പമില്ല. പക്ഷെ നീ നിമിത്തം രണ്ടുപേര് പിടിക്കപ്പെടും. യേശു നീ നിമിത്തം പിടിക്കപ്പെടും. കരം കൊടുക്കാതിരുന്നാലേ. എത്ര പേർക്ക് മനസ്സിലായി? എന്നാൽ രണ്ടാമതൊരു കാര്യം, മീന് വായി തുറക്കാതിരുന്നാലോ? ജീവിക്കോ മരിക്കോ? മീന് ചാകോ ജീവിക്കോ? ചാകത്തില്ലേ? അപ്പോൾ ചാകണോ ജീവിക്കണോ? പെന്തിക്കോസിൻ്റെ ചോദ്യമാണ്. കർത്താവ് ചോദിക്കുക, ചാകണോ ജീവിക്കണോ? ദ്രഹ്മ കളഞ്ഞാൽ ജീവിക്കാം, ദ്രഹ്മ സൂക്ഷിച്ചാൽ ചാകാം. ഹല്ലേലൂയ. എൻ്റെ ഭാഷ എന്തുവാ ഈ ചോദിക്കുന്നത്? ഞാനല്ല, സത്യമല്ലേ? ദ്രഹ്മ വെച്ചുകൊണ്ടിരുന്ന മീന് ചത്തില്ലേ? നീ ചാകും, നീ മുഖാന്തരം രണ്ടുപേര് വിടിവിക്കപ്പെടും. എത്ര പേർക്ക് ആ ഒരു മനസ്സുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കർത്താവ്, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാ, സഭയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാ, ഈ പട്ടണത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാ. നീ ഇതിനകത്ത് ഉപവസിക്കുന്നത്, നീ മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നീ വിയർപ്പൊഴുക്കി കൈയടിച്ച് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിൽ കുടലുണക്കുന്നില്ലേ? അതിൽ നിന്റെ ശരീരത്തിൽ മരണം നടക്കുക. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ മരണത്തിനേൽപ്പിക്കപ്പെടുമ്പോൾ ഞാൻ മരിക്കുന്നത് നിങ്ങൾക്ക് ജീവനാ. ഈ രാത്രി സഭ വിടുവിക്കപ്പെടാൻ എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ പറ്റും? ഓ രാബാ ശധര ഗഡഗസിയാര. ഹല്ലേലൂയ. അവൻ, ഈ മനുഷ്യൻ തൻ്റെ വീട് വിശ്വസ്തതയോടെ നിറവോടെ മാറ്റിവെച്ചു, സ്വർഗം അവനെ പരിചയപ്പെടുത്തി. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കുകൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വചനം പഠിക്കുന്നവർക്ക് വേണ്ടി പറയാം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 8-ാം വാക്യം നിയോഗം, 12-ാം വാക്യം കരുതൽ, വിരിച്ചൊരുക്കിയ മാളിക മുറി വെളിപ്പെടുന്നു. 14 മുതലുള്ള വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ എന്തൊക്കെ നടക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. വിരിച്ചൊരുക്കിയ ഒരു മാളിക നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, വിരിച്ചൊരുക്കി ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ഒരു ദൈവിക വ്യക്തിത്വമാണ് നീ എങ്കിൽ, നിന്നിൽ എന്തൊക്കെ നടക്കുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 14-ാം വാക്യം കൂടി മാത്രം വായിച്ച് പ്രാർത്ഥിക്കാം. സമയമായ ആരുടെ സമയം? അപ്പം നമ്മുടെ ജോലി എന്നാ? നമ്മുടെ ജോലി എന്താ? കർത്താവിന് സമയമാക്കാനാണോ നമ്മുടെ ജോലി? അല്ല. അത്രേ ഉള്ളൂ. നമ്മൾ വിരിച്ചൊരുക്കി ഇരിക്കുക, ആർക്ക് സമയമാകും? നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്ന കർത്താവ് ആ സമയം എന്നറിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ദിവസമാണ് കർത്താവ് വരുന്നതെന്ന് അറിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം ഒരിക്കലും മതിയല്ലോ. രക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിയാൻ മതിയല്ലോ. അറിയത്തില്ല, എനിക്കും അറിയത്തില്ല എന്നാ കർത്താവ് വരുന്നതെന്ന്. ഒരു കാര്യം ഉറപ്പാ, നീ ഒരുക്കിയാൽ അവൻ വരും. നീ ഒരുക്കിയ ഒരു വിഷയത്തിൻ്റെ സന്നിധിയിൽ നീ ദൈവസന്നിധി ഇരുന്നാൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ വിഷയത്തെ തൊടാൻ, നീ ഒരുക്കിയിടത്തിറങ്ങാൻ കർത്താവ് കടന്നു വരും. അങ്ങനെയെങ്കിൽ കർത്തൃദാസൻ ഇവിടെ മുഖവരയിൽ പറഞ്ഞ ദൂതിലേക്ക് ഞാൻ കടക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഈ രാത്രി എനിക്ക് വേണ്ടി കർത്താവ് വരുന്ന രാത്രിയാ? നാളുകളായി ഒരുക്കി കാത്തിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ മുറിയെ തേടി എൻ്റെ വിഷയത്തെ തൊടാൻ യേശു എന്ന രാത്രി ഇതൊരു പെസഹയുടെ രാത്രിയായി മാറ്റി എന്നെ തേടി വരുമെന്ന് എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നു? സ്തോത്രം. മറുപടികളൊന്നുമില്ലെങ്കിലും സാധ്യതകളൊന്നുമില്ലെങ്കിലും കർത്താവിനിരിക്കാൻ നാളുകളായി വർഷങ്ങളായി നീ ദൈവസനി ഇരിക്കാൻ മാളിക മുറി ഒരുക്കിയവനല്ലേ? ഈ രാത്രി ദൈവം പറയുന്നു, മടുക്കരുത്. നിന്റെ മാളിക മുറിയെ തേടി
നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ തേടി ഈ രാത്രി കർത്താവ് കടന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇതൊരു പെസഹയുടെ രാത്രിയായി കർത്താവ് എന്നെ തേടി വരുമെന്ന്? എന്താ പെസഹയുടെ രാത്രിയുടെ പ്രത്യേകത? പുറപ്പാട് 12:12. ആമേൻ. ഇത് പെസഹയുടെ രാത്രിയാകുന്നു. ഇന്ന് രാത്രി ഞാൻ ദേശത്തൂടെ കടന്നു പോകും. ഒരു വശത്താര് വാഗ്ദത്തം പ്രാപിച്ച ദൈവജനം, മറുവശത്താര് വാഗ്ദത്തെ തറക്കുന്ന ഫറവോൻ. വാഗ്ദത്വത്തിനും തകർക്കുന്നവനും ഇടയിലൂടെ കടന്നു പോകുന്നതിൻ്റെ പേര് പെസഹയെങ്കിൽ നീ ഒരുക്കി നിന്റെ വീട്ടിനകത്ത് കാത്തിരിക്കുകയല്ലേ? കയ്പ് ചീരയോടെ ആഹാരം കഴിച്ച വിശ്വസ്തയോടെ പ്രമാണപ്രകാരം നീ വിരിച്ചൊരുക്കിയ ഒരു മുറി നിന്റെ വീട്ടിനകത്ത് വെച്ച വടിപിടിച്ച് കാലിന് ചെരുപ്പിട്ട വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നീ വീട്ടിനകത്തിരിക്കുമ്പോൾ സ്വർഗം പറയുന്നു, സംഹാരകന്റെ കൈ നിന്റെ വീട്ടിൽ വരാതെ ഇടയിലൂടെ ഇന്ന് രാത്രി ഞാൻ കടന്നുപോയി ഒരു പുറപ്പാട് ഈ രാത്രി സഭയ്ക്ക് നൽകുകയാ. വിശ്വസിക്കുന്നവർ അതരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട. ഇനിയും നീ ചള്ള ചവിട്ടുകയല്ല, ഇനിയും നീ പ്രാർത്ഥിച്ച് മടുക്കുകയല്ല. ഒരു പുറപ്പാടിന് വേണ്ടി ഈ രാത്രി സ്വർഗം നിന്നെ വിളിക്കുകയാ. ഒരു പുറപ്പാടിന്ന് രാത്രി നിന്റെ തലമുറയ്ക്കുണ്ടാകട്ടെ. ഒരു പുറപ്പാടിന്ന് രാത്രി നിന്റെ സഭയ്ക്കുണ്ടാകട്ടെ. ഒരു പുറപ്പാടിന്ന് രാത്രി നിന്റെ പ്രസ്ഥാനത്തിനുണ്ടാകട്ടെ. പിടിച്ചൊതുക്കുന്ന ഫറവോന്യ ശക്തികളെ ആമെ തകർത്ത് കളയാൻ ക്രിസ്തു ഇന്ന് രാത്രി പെസഹ കുഞ്ഞാട് ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള നിനക്കും തകർക്കുന്ന ഫറവോനും ഇടയിൽ നടക്കുകയാ. ശക്തിക്കായി സ്തോത്ര. നാളുകളായി നിന്നെ ചള്ള കുഴപ്പിച്ച് ചവിട്ടി ഒതുക്കിയ ഫറവോന്യ കരം അഭിഷിക്തന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ അഴിക്കുകയാ. പൊളിയട്ട ശക്തിയോടെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. പൊടി പിടിച്ചു കിടക്കുന്ന നിന്റെ പ്രാർത്ഥനാ മണ്ഡലം ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. പൊടി പിടിച്ചു കിടക്കുന്ന നിന്റെ വിശുദ്ധി ഈ രാത്രി മടങ്ങി വരട്ടെ. പൊടി പിടിച്ചു കിടക്കുന്ന നിന്റെ വാഗ്ദത്തം ഈ രാത്രി മടങ്ങി വരട്ടെ. വെൽ ഫർണിഷ്ഡായ വിരിച്ചൊരുക്കിയ പ്രാർത്ഥന, വിരിച്ചൊരുക്കിയ വിശുദ്ധി, വിരിച്ചൊരുക്കിയ ദൈവ സാന്നിധ്യം പ്രാപിക്ക. ആത്മമണ്ഡലത്തിൽ എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട. ഇനിയും നീ ഒതുങ്ങി പോകത്തില്ല. വിരിച്ചൊരുക്കിയ ചിലത് നിന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം ഇന്ന് രാത്രി വെളിപ്പെടുത്തുകയാ. ഈ അവസാന രാത്രിയിലും ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വിടൽ നമ്മുടെ മധ്യം നടക്കുമ്പോൾ ഇന്ന് രാത്രി അത് പ്രാപിച്ചെടുക്കുക. ഇന്നലെ വരെ നിന്നെ ഉപദ്രവിച്ച ഫറവോന്റെ അടിമ മുഖം ഇന്ന് രാത്രി സ്വർഗം തകർക്കുകയാ. ഈ രാത്രി നിന്നെ വിടുതൽ രാത്രിയായി മാറട്ടെ. സ്വർഗം പറയുന്നു, എന്റെ ജനത്തെ വിടുവിപ്പാൻ ഞാൻ ഇതിന്റെ മധ്യ ഉണ്ട്. നടക്കത്തില്ലെന്ന് നിന്റെ മനസ്സ് പറയുമ്പോൾ ഇന്ന് പകൽ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, യെസ്, ഞാൻ നിന്നെ വിടുവിപ്പാൻ ശക്തനായി ഇതിന്റെ മധ്യ ഉണ്ട്. എതിരികൾ പോരുകൾ മാറട്ടെ. വ്യക്തി ജീവിതങ്ങൾ നിനക്കെതിരായി മാറുമ്പോൾ യേശുവിൻ നാമത്തിൽ എതിരികൾ മാറട്ടെ.
ആമേൻ. ആരാധന നടന്നപ്പോൾ കർത്താവിനോട് കാണിച്ചിങ്ങനെയാ, വലിയൊരു ദൈവിക ശക്തി ആമേൻ ഈ ഹാളിനകത്ത് ആമേൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ചില ജീവിതങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചില പുതിയ കൃപകൾ, ചില മുത്തുമണികൾ പോലെ ആമേൻ സ്തോത്രം, വിവിധ നിറങ്ങളിലുള്ള ആമേൻ സ്തോത്രം, ആമേൻ ചില മുത്തുമണികൾ ചിലരുടെ തലമേൽ വീഴുന്നത് പോലെ ദൈവാത്മാവിനെ കാണിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ആമേൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്റെ കെട്ട് പൊട്ടിയിരിക്കുകയാ, നിന്റെ കെട്ട് പൊട്ടിയിരിക്കുകയാ. ദൈവത്തിന്റെ കരുതൽ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി കഴിയുക. ലോകത്തിന്റെ ഒരു ശക്തിക്കും ലോകത്തിന്റെ ഒരു വ്യക്തിക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവശക്തി ഇന്ന് രാത്രിയും തന്റെ ജനത്തിന്മേൽ വ്യാപരിച്ചുകൊണ്ട് ചില വിടുതലുകൾ അയക്കുകയാ. Thank you, Father. Thank you, Jesus. Oh, ragal kal ragada bashasi. Hallelujah. Hallelujah. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. Thank you, Jesus. Hallelujah. ഉപവാസം തുടങ്ങിയ നിമിഷം മുതൽ ഈ അവസാന രാത്രി വരെയും പരിശുദ്ധാത്മാ വലിവ് ചെയ്തുകൊണ്ടിരുന്നു. ഓ ഹല്ലേലൂയ. അവൻ നമ്മോട് സംസാരിക്കുക മാത്രമല്ല, ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയുന്നു, വാക്കുകൾ കൊണ്ട് മാത്രം ഉത്തരം തരുന്ന ഒരു ദൈവമല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. അവൻ പ്രവൃത്തി കൊണ്ട് മറുപടി നൽകുന്നവനാ. ഇന്ന് രാത്രിയും അവൻ പ്രവൃത്തി കൊണ്ടാ നിനക്ക് മറുപടി നൽകിയിരിക്കുന്നത്. നിന്നോട് സംസാരിച്ചവൻ, നിന്നോട് സംസാരിച്ചവൻ, നിന്നോട് സംസാരിച്ചവൻ, അവൻ പ്രവർത്തിച്ച നിനക്ക് ഇന്ന് രാത്രി മറുപടി അയക്കുന്നത്. ഓ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. ഒരു നിമിഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈ പകലും രാത്രിയും കർത്താവിൻ്റെ ശബ്ദം ശക്തമായി ശ്രവിപ്പാൻ നമുക്കിടയായി തീർന്നു. അതിനായിട്ട് ദൈവത്തിൻ്റെ അഭിഷക്തനെ ശക്തിയോടെ ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കർത്തൃദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്തൃദാസൻ ജോയ് പ്രകാശ് വടക്കേ ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. ഭാര്യ, ഒരു കുഞ്ഞ്. സ്തോത്രം. കർത്താവിന് വേണ്ടി അന്യഭാഷക്കാരുടെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് താങ്ങായി, തണലായി, സംരക്ഷകനായി കൂടെ ഇരുന്ന ശക്തമായ പ്രവൃത്തി ആ വടക്കേ ഇന്ത്യയിൽ വെളിപ്പെടുത്തുവാൻ ഒരു നിമിഷം കർത്തൃദാസനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം തനിക്ക് വേണ്ടി വലിവ് ചെയ്യേണ്ടതിന്, ശക്തമായ ശുശ്രൂഷയിലേക്ക് പിന്നെയും കൈപിടിച്ചുയർത്തേണ്ടതിന്, ആമേൻ, വടക്കേ ഇന്ത്യയിൽ അനേക ജീവിതങ്ങളെ നേടിയെടുക്കേണ്ടതിന്, അവൻ യേശുവിനെ അറിയാത്തവരുടെയിൽ യേശുവിനെ ഉയർത്തിക്കാണുവാൻ, അനേക ജീവിതങ്ങളോട് യേശുവിനെ പറയുവാൻ, പിന്നെയും കർത്തൃദാസനെ ശക്തിപ്പെടുത്തുവാൻ, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ഒരു നിമിഷം കർത്തൃദാസനെ കുടുംബത്തെ ഓർത്ത് ശക്തിയോടെ പോരാടി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. നാളെ പകൽക്കാലമുള്ള വിശുദ്ധ സഭായോഗത്തെ ഓർത്തും പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന്, ദൈവം തൻ്റെ ജനത്തെ കൃത്യസമയത്ത് അയക്കേണ്ടതിന്, ശുശ്രൂഷപ്പാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ കരങ്ങൾ എടുക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം എല്ലാ കണ്ണുകളും അടഞ്ഞ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. നൽകിയ ദൂതിനായി സ്തോത്രം ചെയ്യാം. ശക്തീകരിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും, ദൈവസഭയുടെ മേലും, ഈ രാത്രികാലം വചനം ശുശ്രൂഷിച്ച എല്ലാ ദൈവാസന്മാരുടെ മേലും ഇപ്പോഴും എന്നേക്കും യേശു ക്രിസ്തുവിൻ രണ്ടാം വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ സ്തോത്രം.